ബ്രസീൽ എന്ന ടീമിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ യെല്ലോ കളർ ജേഴ്സി ആണല്ലേ. പക്ഷേ ഞാൻ പറയുന്നു ബ്രസീലിൻ്റെ ആദ്യത്തെ ആ ജേഴ്സി വെള്ളയല്ലായിരുന്നു എന്ന്. ഒന്ന് ഞെട്ടിയല്ലേ? സത്യം അതാണ്. നമ്മൾ ഇന്ന് കാണുന്ന വിനീഷ്യസ് അല്ലെങ്കിൽ നെയ്മർ അല്ലെങ്കിൽ ലെജൻസായ പെലെ, റൊണാൾഡോ ഒക്കെ ആണെങ്കിൽ ആ മഞ്ഞ കളർ ജേഴ്സി ആയിരുന്നില്ല ബ്രസീലിൻ്റെ ആദ്യത്തെ ജേഴ്സി. പിന്നെ ഏതായിരുന്നു ബ്രസീലിൻ്റെ ജേഴ്സി? വെള്ള ജേഴ്സി ആയിരുന്നു, ബ്ലൂ കളർ കോളറായിരുന്നു. ഈ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ കൂടെ കൂടിക്കോ, നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. The World Cup Story. വർഷം 1950 ബ്രസീലിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഏകപക്ഷീയമായ ഒരു ഫൈനൽ മാച്ച് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എത്തുന്ന 4 ടീമുകൾ തമ്മിൽ പരസ്പരം കളിച്ച് ഒരു റൗണ്ട് റോബിൻ കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനായിരുന്നു വേൾഡ് കപ്പ്. അങ്ങനെ ഈ ജയിക്കുന്ന ടീമിന് 2 പോയിൻറ്റും, ഡ്രോ പിടിച്ചാൽ 1 പോയിൻറ്റും, തോറ്റാൽ 0 പോയിൻറ്റുമായിരുന്നു. ലാസ്റ്റ് എത്തിയ 4 ടീമുകൾ ബ്രസീൽ, സ്പെയിൻ, സ്വീഡൻ, ഉറുഗ്വേ ആയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം കളിച്ചു. ബ്രസീൽ സ്പെയിനെയും സ്വീഡനെയും അടിച്ച് താറുമാറാക്കി. സ്വീഡനെതിരെ 7-1, സ്പെയിനെതിരെ 6-1 വിജയിച്ചു. ഉറുഗ്വേ ആവട്ടെ കഷ്ടപ്പെട്ട് സ്വീഡനെതിരെ ജയിച്ചെങ്കിലും സ്പെയിനുമായിട്ട് ഡ്രോയിലാവുന്നു. അങ്ങനെ ബ്രസീൽ 4 പോയിൻറ്റുമായിട്ട് ലീഡ് ചെയ്യുന്നു, ഉറുഗ്വേ 3 പോയിൻറ്റുമായിട്ട് തൊട്ട് പിന്നിൽ. ഉറുഗ്വേയും ബ്രസീലും തമ്മിലുള്ള ഫൈനൽ മാച്ച്. ഈ മത്സരത്തിൽ ബ്രസീലിന് ഒരു ടൈ മതിയായിരുന്നു, ഒരു ഡ്രോ മതിയായിരുന്നു കപ്പടിക്കാൻ വേണ്ടിയിട്ട്. ഉറുഗ്വേക്ക് ആവട്ടെ വിജയം മസ്റ്റായിരുന്നു. മരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മാച്ചിൽ 2 ലക്ഷം ഫാൻസ്, ബ്രസീലിൻ്റെ ഫാൻസിന് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇത്രയും നല്ല ഫോമിൽ നിൽക്കുന്ന ബ്രസീൽ ആ വർഷത്തെ കപ്പ് അടിക്കുമെന്ന്. അവർ ഓൾറെഡി ആഘോഷങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ നിരാശ എന്ന് പറയട്ടെ, ബ്രസീൽ ആ കളിയിൽ 2-1 തോൽക്കുകയായിരുന്നു. ഉറുഗ്വേ കപ്പടിക്കുകയും ചെയ്തു. ഫാൻസ് എല്ലാം വളരെ നിരാശയിലായി. അവരെല്ലാം ഒന്നടങ്കം ഇത്രയും ഫോമിലുള്ള ബ്രസീൽ ടീം തോൽക്കാൻ കാരണം ഈ വെള്ള ജേഴ്സി എന്നുള്ള അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെ അവർ ആ വെള്ള ജേഴ്സി ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വേൾഡ് കപ്പ് തോൽവിക്ക് ശേഷം 3 വർഷം കടന്നു പോകുന്നു. ബ്രസീലിലെ വലിയൊരു ന്യൂസ് പേപ്പർ ഒരു മത്സരവുമായിട്ട് മുന്നോട്ട് വരുന്നു. നമുക്ക് പുതിയൊരു ജേഴ്സി വേണം, നമ്മുടെ ബ്രസീലിയൻ ഫ്ലാഗിലെ 4 കളേഴ്സ് ഉൾപ്പെടുത്തുന്ന ഒരു ജേഴ്സി ആർക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് സെൻഡ് ചെയ്യാം, അതിലൊന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് പല ഡിസൈൻസുമായിട്ട് മുന്നോട്ട് വന്നെങ്കിലും ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. അവസാനം ഒരു ജേഴ്സി സെലക്ട് ചെയ്യുന്നു. അത് സെൻഡ് ചെയ്യുന്നത് ഉറുഗ്വേയുടെയും ബ്രസീലിനെയും ബോർഡർ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു 19കാരൻ പയ്യനായിരുന്നു. ആൾഡിർ ഗാർസി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ആ ലെജൻഡറി ജേഴ്സി പിറന്നത്. മഞ്ഞ ഗോൾഡിനെയും സൂര്യനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. പച്ച സ്ലീവ്സ് ആമസോൺ കാടുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നീല ഷോർട്ട്സ് ആകാശത്തെയും കടലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ലെജൻഡറി പ്ലേയേഴ്സായ പെലെയും റൊണാൾഡോയും ഇപ്പോൾ നെയ്മറും അണിയുന്ന ആ ജേഴ്സിയുടെ കഥ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കാം, ഫുട്ബോൾ അപ്ഡേറ്റ്സ് കേൾക്കാം, ലേറ്റസ്റ്റ് ന്യൂസുകളെ പറ്റി അറിയാം. അപ്പം ശരി.